ലീഗിനും കോൺഗ്രസിനും ഇടയിലെ പ്രശ്നം പരിഹരിച്ചു എന്നായിരുന്നു ചോദ്യം. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ ഉണ്ണിബാലകൃഷ്ണൻ? അടുത്തൊരു വിഷയം കൂടി ഉള്ളതുകൊണ്ട് അപ്പോഴും CPM എടുക്കുന്ന നിലപാട് ഇപ്പോൾ EP-യുടെ പ്രതികരണം വരികയാണല്ലോ. വട്ടം കറക്കുകയാണ് ലീഗിന് അർഹതയുണ്ട് കൂടുതൽ സീറ്റിന്. ഇത് ഇന്ന് മാത്രം പറയുന്നതല്ല, കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയങ്ങളായി CPM-ന്റെ പ്രതികരണം ലീഗിന് അനുകൂലമായിട്ടുള്ള പ്രതികരണം വരുന്നുണ്ട്. ഡോക്ടർ അരുൺ, ഇപ്പോൾ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥത CPM-നുണ്ടെന്നാണ് അരുൺ കരുതുന്നത്? നിശ്ചയമായും ലീഗിൻ്റെ അണികളെ ഒപ്പം കൂട്ടുക എന്നതാണ് കാലങ്ങളായി CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും ആഗ്രഹം. ഏതെങ്കിലും തരത്തിൽ UDF-ൽ നിന്ന് ലീഗിനെ അടർത്തി മാറ്റി അതിനെ നേതാക്കൾക്കൊപ്പം LDF-ലേക്ക് കൊണ്ടുവരിക എന്നത് CPM-ൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു മുന്നണി നയമോ അതല്ലെങ്കിൽ CPM-ൻ്റെ ഒരു പാർട്ടി നയമോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ ന്യൂനപക്ഷ മതവിശ്വാസികൾക്കിടയിൽ ഒരു പിന്തുണയാർജിക്കാൻ CPM-ന് സാധിച്ചിട്ടുണ്ട് എന്നത് ചുരുങ്ങിയ പക്ഷം തൊട്ടു മുമ്പ് നടന്ന 3-4 സമ്മേളനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതിൽ ഒരെണ്ണം ഇസ്രായേൽ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ ആദ്യമായി ഒരു റാലി നടത്തുന്നത് CPM-ആണ്. മറ്റൊന്ന് പൗരത്വ വിഷയത്തിൻ്റെ പ്രശ്നത്തിൽ CPM-ഉം സജീവമായ രംഗത്തുണ്ട്. ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അതും രസകരമായ ഒരു കണക്കാണ്. ഇന്നിപ്പോൾ ഷംസീർ കോളത്ത് എഴുതിയിരിക്കുന്നൊരു നീണ്ട ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. ആ കണക്കുകളാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. അതിൽ ഒരു കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. 1977 മുതൽ 2019 വരെയുള്ള MP-മാരെ കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും അയച്ചത് എത്ര ശതമാനമായിരുന്നു എന്നൊരു കണക്ക് പറയുന്നുണ്ട്. അതിൽ കോൺഗ്രസിന് ആകെ 115 MP-മാരെ നിയമസഭയിലേക്ക് അയക്കുമ്പോൾ അതിൽ ആകെ 7 മുസ്ലിം MP-മാരെ മാത്രമേ ലോക്സഭയിലേക്ക് അയക്കാൻ കഴിയുന്നുള്ളൂ 1977 മുതൽ ഇതുവരെയുള്ള ലോക്സഭാ ചരിത്രത്തിൽ. അതേസമയം CPM-ന് മൊത്തം 53 MP-മാരെ അയക്കാൻ സാധിച്ചതിൽ 5 പേരെ മുസ്ലിം MP-മാരെ ലോക്സഭയിലേക്ക് അയക്കാൻ സാധിക്കുന്നു. 23-ൽ 23 പേരെയും മുസ്ലിം ലീഗിന് അയക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ട്രൈക്ക് റേറ്റ് ആർക്കാണ് കൂടുതൽ? ഏറ്റവും കൂടുതൽ ആളുകളെ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അയച്ചിരിക്കുന്നത് CPM-ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കണക്ക് തന്നെ ആ ചോദ്യത്തിന് ഉത്തരമായി ഒരു വശത്ത് നിൽക്കുന്നു. 2, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടുന്നു CPM എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ CPM-ൻ്റെ നീക്കത്തെ സംശയിക്കുന്നില്ല. തീർച്ചയായും അതിലൊരു ഇലക്ടറൽ സാധ്യത കാണുന്നുണ്ട്. കാരണം നിലവിൽ 35 നിയമസഭാ മണ്ഡലങ്ങളിൽ കണക്കെണ്ണി നോക്കിയാൽ 35 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഗിന് അവിതർക്കിതമായ രീതിയിൽ ജയപരാജയം നിശ്ചയിക്കാനുള്ള ശേഷിയുണ്ട്. 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇതൊരു നിർണായകമായ വോട്ട് പവറാണ്, ഇലക്ട്രൽ പവറാണ്. ആകെയുള്ള 20-ൽ 5%, 25%-ലും വിധി നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ ഇടതുമുന്നണിയിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഞാനതിൽ CPM-നെ സംശയിക്കാനില്ല. പക്ഷേ തീർച്ചയായും അതിൽ തിരഞ്ഞെടുപ്പിൻ്റെ താല്പര്യങ്ങൾ ഉണ്ടാവും. അതിനേക്കാളും അപ്പുറം ആ വിഷയങ്ങളിൽ CPM ഇടപെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.